പ്രകൃതി എന്ത് സുന്ദരിയാണല്ലേ. കണ്ടില്ലേ രാവിലെ തന്നെ ഈ അണ്ണാൻ്റെ അഭ്യാസം. രാവിലെ എണീറ്റ് ചെടിയും പൂവും ഇലയും അണ്ണാനും പക്ഷികളെയൊക്കെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവരൊക്കെ ഉണരുമ്പോൾ ഞാനും ഉണരും. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചൂട് ജീരകവെള്ളം, ജീരകം ഇട്ട് വെള്ളം തിളപ്പിക്കാൻ പാടില്ല. തിളച്ച വെള്ളം ജീരകത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പം അത് കുടിക്കാം. അത് നല്ലതാണ്. രാവിലെ ചൂടുവെള്ളം കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ കുടിക്കാം. പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയായി. ചോറ് വയ്ക്കണം. പിന്നെ ഇന്നൊരു യോഗ ഡേ ആണ്. ചില ദിവസം ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ്, ബോഡി വെയ്റ്റ് എക്സസൈസ് ചെയ്യും. ഇന്ന് യോഗയാണ്. രാവിലെ റാഗി ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞു. പാവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള തയ്യാറെടുപ്പ്. ഒരു ചെറിയ ക്യാരറ്റ് ചട്നി ആയാലോ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ തേങ്ങയോ അങ്ങനത്തെ ഒരു സാധനങ്ങൾ, തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ക്യാരറ്റ് ചട്നി. അപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പൊട്ടുകടല, കുറച്ച് എള്ള്, കുറച്ച് പംകിൻ സീഡ്സ് ഒക്കെ ഇപ്പോൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പംകിൻ സീഡ്സ് നല്ല ന്യൂട്രിയൻ റിച്ച് ആണ്. omega-3 ഫാറ്റി ആസിഡ് ഒക്കെ ഉണ്ട്. വെജിറ്റേറിയൻസിന് നല്ലതാണ്. അത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു കഴിയുമ്പം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞത് ഇടുക. ഭയങ്കര ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല. ക്യാരറ്റ് അതിനിടെ വെള്ളമൊന്നും ചേർക്കരുത്. അങ്ങനെ ആ എണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കണം. കരിവേപ്പില ചേർക്കാം, മുരിങ്ങയില ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കപ്പലണ്ടി ചേർക്കാം, പറങ്ങാണ്ടി ചേർക്കാം, വേറെ നട്ട്സ് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അങ്ങനെ ചേർത്തിട്ട് ഇതെല്ലാം എൻ്റെ മിക്സ് ആൻഡ് മാച്ച് റെസിപ്പികളാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും രുചിയുള്ളതും ആരോഗ്യപ്രദവുമായ ചില പൊടി റെസിപ്പികൾ. എന്നിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. നമ്മുടെ ക്യാരറ്റ് ചട്നി റെഡി. സവാളയോ ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും വേണ്ട. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ലോണം അരയ്ക്കാതെ ഇങ്ങനെ ചെറിയ പൊടി പൊടിയായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ടൈമിൽ നിർത്തണം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചെടുത്തു. പിന്നെ കടുക് വറക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കടുക് വറക്കാം. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. നമ്മൾ സവാളയൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് കടുക് വറക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴത്തെയും പോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചായ. അതായിരുന്നു ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്. റാഗി ഇഡ്ഡലി, ക്യാരറ്റ് ചട്നി, ചായ, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് എയർ ഫ്രൈ ചെയ്തത്. എന്തെങ്കിലും നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മൾ എപ്പോഴും എല്ലാ ഭക്ഷണത്തിലും ചേർക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. റാഗി ഇഡ്ഡലി ഞാൻ തന്നെ മാവ് അരച്ച് ഉണ്ടാക്കുന്നതാണ്. എല്ലാ മാവിലും റാഗി ചേർത്താണ് ഞാൻ ദോശമാവ് അരയ്ക്കുന്നത് തന്നെ. അപ്പോൾ പോവുകയായി, ജോലിക്ക് ഇറങ്ങുകയായി. വഴിയിൽ ഒരു പശു. ഇവിടെ മെട്രോ സിറ്റി ആണെങ്കിലും പശുവൊക്കെ ധാരാളം ഉണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിരിക്കും. അതും ഒരു പ്രകൃതിയുടെ വിളയാട്ടം.